ഇലക്ട്രിക് പോസ്റ്റുകളിൽ പരസ്യം പതിച്ചും നോട്ടീസുകൾ വിതരണം ചെയ്തും വധുവിനെ തേടുകയാണ് ഒരു നഴ്സിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ. മാട്രിമോണിയും ബ്രോക്കർമാർ വഴിയും 14 വർഷം കല്യാണാലോചന നടത്തിയെങ്കിലും ഒന്നും ശരിയാവാത്തതിനെ തുടർന്നാണ് ഈ രീതിയിൽ വധുവിനെ തേടിയിറങ്ങിയത്. വാഗ്ദാനം നൽകി വഞ്ചിച്ചതിന് മാരേജ് ബ്യൂറോകൾക്കെതിരെ കോടതിയിൽ പോയി നിയമപോരാട്ടവും നടത്തിയിട്ടുണ്ട്. 29-ാം വയസ്സിൽ കല്യാണാലോചന തുടങ്ങി. തുടക്കത്തിൽ സർക്കാർ ജോലിയില്ലാത്തതും ജാതകവുമൊക്കെയായിരുന്നു പ്രശ്നം. അങ്ങനെ വധുവിനെ തേടിയുള്ള യാത്ര 1.5 പതിറ്റാണ്ടോളം നീണ്ടപ്പോൾ ഇപ്പോൾ പ്രായമാണ് പ്രശ്നം. പറഞ്ഞു വരുന്നത് കാസർഗോഡ് പെരിയ നഴ്സിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും കണ്ണൂർ ചെറുപുഴ സ്വദേശിയുമായ കെ അജിത് കുമാറിനെ പറ്റിയാണ്. പത്രപരസ്യം നൽകിയാണ് വധുവിനെ തേടിയുള്ള യാത്ര ആരംഭിച്ചത്. എന്നാൽ ബന്ധപ്പെട്ടത് ബ്രോക്കർമാർ മാത്രം. പിന്നീട് മാട്രിമോണി സൈറ്റുകളിലും മാരേജ് ബ്യൂറോകളിലും രജിസ്റ്റർ ചെയ്തു. പണം പോയതല്ലാതെ കല്യാണമൊത്തില്ല. 29-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പത്രപരസ്യം കൊടുത്തത്. പക്ഷേ പത്രപരസ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും വിളിച്ചത് പിന്നെ കല്യാണ ബ്യൂറോൻ്റെ ആൾക്കാരും ബ്രോക്കർമാരുമായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ അതായത് ഞാൻ BSc കഴിഞ്ഞ് MSc കഴിഞ്ഞിട്ട് ഒരു കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഉണ്ടായത്. പിന്നെ ഓൾ കേരള പരസ്യമാണ് കൊടുത്തത്. ഇപ്പോൾ മലയാളം ഒഴികെ 9 ഭാഷകളിൽ പോസ്റ്ററുകളും നോട്ടീസുകളും തയ്യാറാക്കിയാണ് വധുവിനെ കാത്തിരിക്കുന്നത്. ഇനി കേരളത്തിന് പുറത്തുള്ള ആലോചനയാണ് ലക്ഷ്യം. വിവാഹ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വേറിട്ട വ്യത്യസ്തമായ രീതിയിൽ. ആദ്യം ഞാൻ നമ്മളെ മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ചെറിയ രീതിയിൽ പിന്നെ DTP എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ആള് കൂടുന്ന സ്ഥലങ്ങളിൽ സ്വന്തമായിട്ട് തന്നെ കൊണ്ടുപോയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. വാഗ്ദാനം നൽകി വഞ്ചിച്ച മാട്രിമോണികൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി നഷ്ടപരിഹാരം നേടിയിട്ടുണ്ട്. എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നത്, അതായത് പിന്നെ ഞാൻ അടച്ച 3000 രൂപ രജിസ്ട്രേഷൻ ഫീസും ഈ 10 വർഷം അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന് 3000 രൂപയും പിന്നെ കോടതി ചെലവിന് 2000 രൂപയാണ് കോടതിയുടെ വിധി ഉണ്ടായത്. കല്യാണം വേഗത്തിലാവാൻ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും പോസ്റ്ററുകൾ വിതരണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല വധുവിനെ കണ്ടെത്തി കൊടുക്കുന്നയാൾക്ക് 20,000 രൂപ വരെ അജിത് കുമാർ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് സൈഫുള്ള, മീഡിയ 1, കണ്ണൂർ.